ദർശു ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുംബൈ നഗരത്തിലെ തിരക്കേറിയ തെരുവുകളിൽ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി ഒരാൾ നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾ അയാൾക്ക് എത്ര രൂപ നൽകും? 1 രൂപയോ 5 രൂപയോ? എന്നാൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സാധാരണക്കാരനായ ഒരു ഭിക്ഷക്കാരനെ കുറിച്ചല്ല. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള, മുംബൈയിൽ ആഡംബര ഫ്ലാറ്റുകൾ, സ്വന്തമായി ബിസിനസ്സുകളുള്ള ലോകത്തിലെ ഏറ്റവും ധനികനായ ഭിക്ഷക്കാരൻ ഭാരത് ജെയിൻ. അതെ, ഭാരത് ജെയിനിന്റെ കഥ ശരിക്കും അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ധനികനായ ഭിക്ഷക്കാരൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരു സാധാരണക്കാരൻ സ്വപ്നം കാണുന്നതിലും വലിയ ആസ്തിയാണ് ഭിക്ഷാടനത്തിലൂടെ മാത്രം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. ഇത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ ഇന്ന് കാണുന്ന കോടീശ്വരനായ ഭാരത് ജെയിനിലേക്കുള്ള ദൂരം വിശപ്പിന്റെയും അവഗണനയുടെയും കഥയാണ്. മുംബൈയിലെ അതിദാരിദ്ര്യം നിറഞ്ഞ ഒരു ചുറ്റുപാടിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അന്ന് ഒരു നേരത്തെ ആഹാരം പോലും ആ കുടുംബത്തിന് വലിയ ആഡംബരമായിരുന്നു. പഠിക്കാൻ മിടുക്കനായിരുന്നിട്ടും വീട്ടിലെ ദാരിദ്ര്യം കാരണം പുസ്തകങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു. യൗവനത്തിലേക്ക് കടന്നപ്പോൾ മാന്യമായ ഒരു ജോലി കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കാതിരുന്നില്ല. എന്നാൽ കയ്യിലൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റുകളോ ശുപാർശകളോ ഇല്ലാത്തതിനാൽ എല്ലാ വാതിലുകളും അദ്ദേഹത്തിന് മുന്നിൽ അടഞ്ഞു. വിശപ്പ് സഹിക്കവയ്യാതെ ഒടുവിൽ മുംബൈയിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ വശങ്ങളിൽ കൈ നീട്ടാൻ അദ്ദേഹം നിർബന്ധിതനായി. അഭിമാനം പണയം വെച്ചാണെങ്കിലും തന്റെ കുടുംബത്തെ പോറ്റാൻ മറ്റൊരു വഴിയുമില്ലെന്ന തിരിച്ചറിവാണ് ഭാരത് ജെയിനിനെ ഈ പാതയിലേക്ക് എത്തിച്ചത്. യൂണിഫോം ധരിച്ച കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് ഒരു ചെറിയ സ്റ്റേഷനറി കടയുടെ വശത്തിരുന്ന് നോക്കുമായിരുന്നു. തെരുവിൽ ഭിക്ഷ യാചിക്കുമ്പോഴും ഭാരത് ജെയിനിന്റെ ഉള്ളിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. താൻ അനുഭവിക്കുന്ന ഈ അപമാനം തൻ്റെ മക്കൾ അനുഭവിക്കരുത്. ലോകം തന്നെ ഒരു ഭിക്ഷക്കാരനായി കാണുമ്പോഴും തൻ്റെ മക്കൾക്ക് മുന്നിൽ അദ്ദേഹം ഒരു വലിയ സ്വപ്നമുള്ള അച്ഛനായിരുന്നു. മുംബൈയിലെ പരേലിലുള്ള ആഡംബര ഫ്ലാറ്റിൽ താമസിക്കുമ്പോഴും മക്കളെ അദ്ദേഹം പഠിപ്പിച്ചത് നഗരത്തിലെ തന്നെ ഏറ്റവും മികച്ച കോൺവെന്റ് സ്കൂളിലാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ജെയിനിന്റെ 2 ആൺമക്കളും ഇന്ന് നല്ല രീതിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരാണ്. അദ്ദേഹത്തിന്റെ സഹോദരനും മക്കളും ചേർന്ന് മുംബൈയിൽ ഒരു സ്റ്റേഷനറി കട നടത്തുന്നുണ്ട്. കുടുംബത്തിലെ മറ്റാർക്കും ഈ ഭിക്ഷാടനവുമായി ബന്ധമില്ല. അവർ അന്തസ്സായി സമൂഹത്തിൽ ജീവിക്കുന്നു. ഒരുപക്ഷെ ലോകത്തിനു മുന്നിൽ അദ്ദേഹം ഇപ്പോഴും ഒരു ഭിക്ഷക്കാരനായിരിക്കാം. എന്നാൽ സ്വന്തം കുടുംബത്തിനു വേണ്ടി ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത പോരാളിയാണ് അദ്ദേഹം. ഏകദേശം 7.5 കോടി രൂപയുടെ ആസ്തിയാണ് ഇദ്ദേഹത്തിനുള്ളത്. മുംബൈയിൽ 1.5 കോടി രൂപ വിലമതിക്കുന്ന സ്വന്തമായ ഒരു ഫ്ലാറ്റും ഇദ്ദേഹത്തിനുണ്ട്. അതുമാത്രമല്ല, ഭിക്ഷാടനത്തിലൂടെ മാസം 75,000 രൂപയോളം വരുമാനം ലഭിക്കുമ്പോൾ വാടക ഇനത്തിൽ മാത്രം മാസം 30,000 രൂപ വേറെയും ലഭിക്കുന്നു. കുടുംബം പലതവണ ആവശ്യപ്പെട്ടിട്ടും ഭാരത് ജെയിൻ തന്റെ ജോലി നിർത്താൻ തയ്യാറല്ല. ആസാദ് മൈതാനത്തോ CSMT സ്റ്റേഷനിലോ ഇന്നും അദ്ദേഹത്തെ കാണാം. ദാരിദ്ര്യം കൊണ്ടല്ല, മറിച്ച് ഇതൊരു ശീലമോ അല്ലെങ്കിൽ തന്റെ വിജയവഴിയോ ആയി അദ്ദേഹം കണക്കാക്കുന്നുണ്ടാകാം. മക്കൾ ജോലിക്ക് പോകാൻ തുടങ്ങിയ ശേഷവും അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങുന്നത് ഒരു തൊഴിലെന്നതിലുപരി അത് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ടാവാം. തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹം മറ്റ് പാവപ്പെട്ടവരെ സഹായിക്കാനും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. കോടികളുടെ ആസ്തി ഉണ്ടായിട്ടും അദ്ദേഹം ധരിക്കുന്നത് വളരെ ലളിതമായ വസ്ത്രങ്ങളാണ്. ഇത്രയും പണം കൈവശമുണ്ടെന്ന് അദ്ദേഹത്തെ തെരുവിൽ കാണുന്ന ഒരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭാരത് ജെയിനിന്റെ കഥ നമ്മളെ പലതും പഠിപ്പിക്കുന്നു. ഇത് ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ? പലരും ഇദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ മറ്റു ചിലർ ഇതൊരു അതിജീവനമായി കാണുന്നു.
കോടികൾ ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ടും തെരുവിൽ കൈ നീട്ടുന്ന ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ദാരിദ്ര്യം കൊണ്ടല്ല, മറിച്ച് ഇതൊരു പ്രൊഫഷനായി ഇന്നും അദ്ദേഹം തുടരുന്നു. ഈ വിചിത്രമായ ജീവിതകഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.